നമസ്കാരം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനൊടുവിൽ നരേന്ദ്രമോദിയുമായി നേരിട്ടുള്ള ചർച്ചകളിൽ മനസ്സിലായി ഇങ്ങനെ കിരിയും പമ്പും പോയാലും മുന്നോട്ട് പോയാൽ പണി കിട്ടുമെന്ന്. ഇന്ത്യയെ ഇനിയും പിണക്കിയാൽ ചൈനയ്ക്കത് ഉണങ്ങാത്ത മുറിവാകുമെന്നും. അങ്ങനെ ഏതാനും മാസങ്ങളായി മുന്നോട്ട് പോകുന്ന ഇന്ത്യ ചൈന ചർച്ചകളിൽ ആദ്യത്തെ ഫലം പുറത്തു വന്നിരിക്കുന്നു. ഇന്ത്യ ചൈന ബന്ധം 5 വർഷത്തിന് ശേഷം പുനഃസ്ഥാപിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായി ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വിമാന സർവീസുകൾ ഇതാ ആരംഭിക്കുകയാണ്. ഇന്ത്യയും ചൈനയും തങ്ങളുടെ വ്യോമപാതകൾ തുറന്നു കൊടുക്കുകയാണ്. അങ്ങനെ തത്വത്തിൽ ഇന്ത്യയും ചൈനയും വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിന്റെ തന്ത്രപരമായ ഇടപെടലുകൾ തന്നെയാണ് ഇന്ത്യ ചൈന മഞ്ഞുരുകലിന് പിന്നിലും. അജിത് ഡോവൽ നടത്തിയ നയതന്ത്ര പര്യടനത്തിന് ആഴ്ചകൾക്ക് ശേഷം ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയുടെ ബീജിംഗ് സന്ദർശനത്തിന് പിന്നാലെയാണ് ഈ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. 2020 അതിർത്തിയിൽ രൂക്ഷമായ സൈനിക ഏറ്റുമുട്ടലിന് ശേഷമുള്ള ഏറ്റവും വലിയ ഔദ്യോഗിക സന്ദർശനങ്ങൾ ഒന്നു തന്നെയായിരുന്നത്. ഇരു രാജ്യങ്ങളും സഹകരണത്തിന്റെയും വിശ്വാസത്തിന്റെയും ഒരേ പാതയിൽ മുന്നോട്ട് പോകണമെന്ന് വിക്രം മിശ്രയോട് പറഞ്ഞത് മറ്റാരുമല്ല, ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ആണ്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിന് തത്വത്തിൽ ധാരണയായതായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവനയും പറയുന്നുണ്ട്. കോവിഡ് പാൻഡമിക്കിന് മുമ്പ് ചൈനയ്ക്കും ഇന്ത്യക്കും ഇടയിൽ ഏകദേശം 500 പ്രതിമാസം നേരിട്ടുള്ള വിമാന സർവീസ് ഉണ്ടായിരുന്നു. പകർച്ചവ്യാധിയുടെ തുടക്കത്തിൽ 2020 ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിമാന സർവീസ് പാടെ നിർത്തിവെച്ചത്. ഗൾവനിലെ 3500 കിലോമീറ്റർ വരുന്ന അതിർത്തിയിൽ അതിക്രമിച്ചെത്തിയ ചൈനീസ് സേന നടത്തിയ ഏറ്റുമുട്ടലിൽ അന്ന് വീരമൃത്യു വരിച്ചത് 20 ഇന്ത്യൻ സൈനികരാണ്. ചൈനയുടെ ഭാഗത്തു നിന്ന് 4 പേർ കൊല്ലപ്പെട്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അതോടെ ഇന്ത്യ ചൈന ബന്ധം വീണ്ടും വഷളാകുകയായിരുന്നു. അങ്ങനെ ചൈനീസ് കമ്പനികളെ ഇന്ത്യ ഉപരോധിക്കുകയും നിർണായകമായ സാമ്പത്തിക മേഖലകളിൽ നിക്ഷേപം നടത്തുന്നതിൽ അവരെ തടയുകയും ചെയ്തു. ഇതിനിടെയാണ് മഞ്ഞുരുക്കാനായി ബീജിംഗും ന്യൂഡൽഹിയും കഴിഞ്ഞ ഒക്ടോബറിൽ നടന്ന ചില അന്തിമ ചർച്ചകളുണ്ടായത്. ഈ ചർച്ചകളുടെ ഫലമായിട്ടാണ് അതിർത്തിയിൽ നിന്നും ഇരു രാജ്യങ്ങളുടെ സൈന്യത്തെ ഏകപക്ഷീയമായി 2 രാജ്യങ്ങളും പിൻവലിച്ചത്. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തമ്മിൽ പിന്നീടാണ് കൂടിക്കാഴ്ച നടന്നത്. ഇതിന്റെ ഫലമായാണ് ഇപ്പോൾ ഇന്ത്യ ചൈന വ്യോമപാതകൾ തുറക്കുന്നത്.